അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. നവംബർ 18, 1936. ഇന്ന് വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനു മുമ്പായി എൻ്റെ എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും നടത്തി. കാരണം ഇന്ന് സാധാരണയെ കവിഞ്ഞ് ഞാൻ രോഗഗ്രസ്തയായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കിടക്കാൻ പോയി. എന്നാൽ എൻ്റെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ മറ്റൊരു സഹോദരിയുടെ മുറിയിൽ പോകണമെന്നും അവൾക്കെന്തോ സഹായം ആവശ്യമുണ്ടെന്നും എനിക്കുള്ളിൽ തോന്നി. ഞാൻ ആ സഹോദരിയുടെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അവൾ എന്നോട് പറഞ്ഞു, "ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എത്ര നന്നായി." അവളുടെ സ്വരം നേർത്തതായിരുന്നതുകൊണ്ട് എനിക്ക് കഷ്ടിച്ച് കേൾക്കാനേ സാധിച്ചുള്ളൂ. അവൾ തുടർന്നു, "സഹോദരി, ദയവായി എനിക്കല്പം ചായ കൊണ്ടുവന്ന് തരുമോ? എനിക്ക് അതിയായ ദാഹം അനുഭവപ്പെടുന്നു. വേദന കാരണം എനിക്ക് അനങ്ങുവാൻ പോലും സാധിക്കുന്നില്ല." ശക്തമായ പനിയാൽ അവൾ വളരെയധികം സഹിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ കൂടുതൽ ആശ്വാസമായി കിടക്കാൻ സഹായിച്ചതിന് ശേഷം ചായ കൊണ്ടുവന്ന് കൊടുത്തു. അതല്പം കുടിച്ച് അവൾ ദാഹശമനം വരുത്തി. എൻ്റെ മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ ദൈവത്തിൻ്റെ ഉന്നതമായ സ്നേഹം എൻ്റെ ആത്മാവിനെ ഗ്രസിച്ചു. കൂടാതെ നമുക്ക് ലഭിക്കുന്ന ആന്തരിക പ്രചോദനങ്ങളെ താല്പര്യത്തോടെ ശ്രദ്ധിച്ച് വിശ്വസ്തയോടെ പൂർത്തിയാക്കണമെന്നും ഒരു കൃപയോട് വിശ്വസ്തത പാലിച്ചാൽ മറ്റനേകം കൃപകൾ വർഷിക്കാൻ ഇടയാകുമെന്നും ഞാൻ മനസ്സിലാക്കി. നവംബർ 19, 1936. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈശോനാഥൻ കാണപ്പെട്ട് എന്നോട് അരുളി ചെയ്തു, "എൻ്റെ മകളെ, സമാധാനമായിരിക്കുക. നിന്റെ പരിശ്രമങ്ങൾ ഞാൻ കാണുന്നു. ഞാൻ അതിൽ സംപ്രീതനാണ്." അതിനുശേഷം കർത്താവ് അപ്രത്യക്ഷനായി. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള സമയമായി. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ സഹീയോൻ ഊട്ടുശാല ദർശിച്ചു. ഈശോയും അപ്പോസ്തലന്മാരും അവിടെയുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം ഞാൻ ദർശിച്ചു. ഈശോയുടെ ദൈവിക ചൈതന്യത്തിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലുവാൻ അവിടുന്ന് എന്നെ അനുവദിച്ചു. അവിടുത്തെ ഉന്നത പ്രതാപവും അതേസമയം അവിടുന്ന് തന്നെ എളിമപ്പെടുത്തിയത് ഞാൻ കണ്ടു. ഒരാത്മീയ പ്രകാശത്താൽ അവിടുത്തെ മഹിമപ്രതാപവും അതേസമയം എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. തൻ്റെ എളിമയുടെയും ശാന്തതയുടെയും ആഴങ്ങൾ അറിയുവാനും വളരെ കൃത്യമായി അത് തന്നെ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുവാനും ഈശോ എന്നെ അനുവദിച്ചു. ദൈവിക നിശ്വാസം ആത്മാവിൽ ഞാൻ അനുഭവിച്ചപ്പോൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സ്നേഹത്താൽ ഞാൻ നിറഞ്ഞു. എൻ്റെ വീരോചിതമായ പ്രയത്നങ്ങളെയും സുഹൃതങ്ങളെയും ദൈവം സ്നേഹപൂർവ്വം കടാക്ഷിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നതും ഇത് തന്നെയാണെന്ന് ഞാൻ കണ്ടു. സാധാരണ സുഹൃതങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതെ വീരോചിത സുഹൃതങ്ങൾ അനുഷ്ഠിക്കണമെന്നുള്ള അറിവിലേക്ക് ഇതെന്നെ നയിച്ചു. പുറമേ ഒരു കാര്യം തീർത്തും സർവ്വസാധാരണമായിരുന്നാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് വിഭിന്നമായിരിക്കും. അത് പൂർത്തിയാക്കിയ വിധം, ഓ എൻ്റെ ഈശോയെ, ഞാൻ എഴുതിയത് എൻ്റെ ആത്മാവിൽ മനസ്സിലാക്കിയ കാര്യത്തിൻ്റെ മങ്ങിയൊരു നിഴൽ രൂപം മാത്രമേ ആകുന്നുള്ളൂ. ഇതെല്ലാം തീർത്തും ആത്മീയ കാര്യങ്ങളാണ്. ദൈവം എനിക്ക് നൽകിയത് മനസ്സിലാവുന്ന വിധം എഴുതുവാൻ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളിൽ എനിക്ക് അല്പം പോലും സംതൃപ്തിയില്ല. കാരണം അവ യഥാർത്ഥത്തെ മുഴുവനായും വെളിപ്പെടുത്തുന്നില്ല. ഞാൻ ഈ സഹനങ്ങൾ ആദ്യമായി അനുഭവിച്ചത് ഇങ്ങനെയായിരുന്നു. എൻ്റെ വാർഷിക വ്രതവാഗ്ദാനത്തിന് ശേഷം ഒരു ദിവസം പ്രാർത്ഥനാ സമയത്ത് ഒരു അത്യുജ്വല പ്രകാശം ഞാൻ കണ്ടു. ആ അത്യുജ്വല പ്രകാശത്തിൽ നിന്ന് പുറത്തു വന്ന കിരണങ്ങളാൽ ഞാൻ ആവരണം ചെയ്യപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ കരങ്ങളിലും കാലുകളിലും നെഞ്ചിൻ്റെ ഒരു വശത്തും കഠിനമായ വേദന അനുഭവപ്പെട്ടു. മുൾക്കിരീടത്തിൻ്റെ മുള്ളുകൾ തറച്ചുള്ള വേദനയും ഉണ്ടായിരുന്നു. ഞാനിത് സാധാരണയായി അനുഭവിച്ചിരുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ വിശുദ്ധ കുർബാനയുടെ സമയത്തായിരുന്നു. വളരെ കുറച്ചു നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിക്ക വെള്ളിയാഴ്ചകളിലും ഇത് ആവർത്തിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് ഈ സമയം വരെ എനിക്ക് ഇതുപോലുള്ള യാതൊരുവിധ സഹനങ്ങളും ഉണ്ടായില്ല. അതായത് ഈ വർഷം സെപ്റ്റംബർ അവസാനം വരെ. ഇപ്പോഴത്തെ ഈ രോഗാവസ്ഥയുടെ ഇടയ്ക്ക് ഒരു വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയുടെ സമയത്ത് അതേ സഹനത്താൽ കുത്തിത്തുളയ്ക്കപ്പെട്ടതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഇത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഉണ്ടാകുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ പ്രസാദപരാവസ്ഥയിലല്ലാത്ത ആത്മാക്കളെ കണ്ടുമുട്ടുമ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നു. എപ്പോഴും ഇല്ലെങ്കിലും വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണെങ്കിലും ഇത് അതികഠിനമാണ്. ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക കൃപയില്ലാതെ ഇത് സഹിക്കാൻ എനിക്ക് ശക്തിയില്ലായിരുന്നു. ഈ സഹനങ്ങളുടെ ബാഹ്യമായ ഒരടയാളവും ഇല്ലായിരുന്നു. ഇനി എന്താണ് ഉണ്ടാകുവാൻ പോകുന്നത് എന്നെനിക്കറിയില്ല. ഇതെല്ലാം ആത്മാക്കൾക്ക് വേണ്ടിയാണ്. നവംബർ 21. ഈശോയെ, അങ്ങ് കണ്ടാലും ഞാൻ ഗൗരവമായ രോഗാവസ്ഥയിലല്ല, എന്ന പരിപൂർണ സൗഖ്യത്തിലുമല്ല. അങ്ങ് എൻ്റെ ആത്മാവിൽ അധ്വാനിക്കാനുള്ള ആഗ്രഹം ഉണർത്തുന്നു, എന്നാൽ എനിക്കതിന് ശക്തിയില്ല. അവിടുത്തെ സ്നേഹാഗ്നി എന്നിൽ ജ്വലിച്ചുയരുന്നു. എനിക്ക് ശാരീരിക ശക്തിയാൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് സ്നേഹം പൂർത്തീകരിച്ചു കൊള്ളും. ഈശോയെ, എൻ്റെ അരൂപി അങ്ങേക്കായി വാഞ്ഛിക്കുന്നു. അങ്ങിൽ
ഐക്യം പ്രാപിക്കാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നുവെങ്കിലും അവിടുത്തെ പ്രവൃത്തികൾ എന്നെ പിന്നോട്ട് വലിക്കുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരേണ്ട ആത്മാക്കളുടെ എണ്ണം ഇനിയും പൂർത്തിയായിട്ടില്ല. സഹിക്കാനും പ്രയത്നിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാലങ്ങൾക്ക് മുൻപേ അങ്ങ് നിശ്ചയിച്ച കാര്യങ്ങൾ എന്നിൽ പൂർത്തിയാകട്ടെ. എൻ്റെ സൃഷ്ടാവായ ദൈവമേ, അവിടുത്തെ വചനങ്ങൾ മാത്രമേ എനിക്ക് മനസ്സിലാകുന്നുള്ളൂ. അത് മാത്രമാണ് എനിക്ക് ശക്തി നൽകുന്നത്. ദൈവമേ, അവിടുത്തെ അരൂപി സമാധാനത്തിൻ്റെ അരൂപിയാണ്. ഓ നാഥ, അവിടുന്ന് എന്നിൽ വസിക്കുന്നതിനാൽ എൻ്റെ ഹൃദയത്തെ യാതൊന്നും ശല്യപ്പെടുത്തുന്നില്ല. ഓ ദൈവമേ, ഞാൻ അവിടുത്തെ പ്രത്യേകമായ പരിപാലനയുടെ കീഴിലാണെന്ന് എനിക്കറിയാം. എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികളെ ഭയത്തോടെ ഞാൻ നിരീക്ഷിക്കുന്നില്ല. അങ്ങയുടെ തൃക്കരങ്ങളിൽ നിന്നെല്ലാം സ്വീകരിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയാലും ഭയാനകമായ കാര്യങ്ങൾ ചുറ്റും സംഭവിച്ചാലും അതിനിടയിൽ ഞാൻ ശാന്തമായി നിലകൊള്ളും. കാരണം എൻ്റെ ഹൃദയം അങ്ങേ അനുഭവിക്കുകയും എൻ്റെ ശരണം ശക്തിപ്പെടുകയും എല്ലാ കഷ്ടതകൾക്കും മുകളിൽ എന്നെ ഉയർത്തി നിർത്തുന്ന അവിടുത്തെ സർവ്വശക്തിയെ ഞാൻ കാണുകയും ചെയ്യും. കൊടുങ്കാറ്റിൻ്റെയും മഴവില്ലുകളുടെയും ഇടയിലൂടെ സന്തോഷത്താൽ ആർപ്പ് വിളിച്ച് അങ്ങയുടെ കരുണയുടെ ഗീതികൾ പാടിക്കൊണ്ട് ഈശോയെ അങ്ങയോടൊന്നിച്ച് ഞാൻ ജീവിക്കും. മാലാഖമാരുടെ ഗണത്തിൽ ഒന്നുചേരുന്നതുവരെ എൻ്റെ സ്നേഹഗീതം ഞാൻ നിർത്തുകയില്ല. ദൈവത്തിലേക്കുള്ള എൻ്റെ മുന്നേറ്റത്തെ ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താനാവില്ല. ദൈവം എന്നെ നയിക്കുന്ന വഴികൾ അധികാരികൾ പോലും മനസ്സിലാക്കുന്നില്ലെന്ന് എനിക്കറിയാം. എനിക്കതിൽ അത്ഭുതവുമില്ല. ഒരിക്കൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച ഫാദർ സൊപ്പോച്കോ പ്രാർത്ഥിക്കുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിരസ്സിന് മുകളിലായി ഒരു പ്രകാശവലയം പെട്ടെന്ന് കാണപ്പെട്ടു. ദൂരം ഞങ്ങളെ അകറ്റുന്നെങ്കിലും പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ ദർശനത്തിൽ കാണുമായിരുന്നു, പ്രത്യേകിച്ചും ക്ഷീണിതനായി മേശയ്ക്കരികിലിരുന്ന് ജോലി ചെയ്യുന്ന രൂപത്തിൽ. നവംബർ 22. ഇന്ന് കുമ്പസാരാവസരത്തിൽ കുമ്പസാരക്കാരൻ്റെ അധരങ്ങളിലൂടെ ഈശോനാഥൻ എന്നോട് സംസാരിച്ചു. ഈ വൈദികൻ എൻ്റെ ആത്മസ്ഥിതിയെക്കുറിച്ച് ഒരറിവുമില്ലായിരുന്നു. ഞാൻ പാപങ്ങൾ ഏറ്റു പറയുക മാത്രമേ ചെയ്തുള്ളൂവെങ്കിലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചാണെങ്കിലും ഈശോ നിന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വിശ്വസ്തതാപൂർവം പ്രാവർത്തികമാക്കണം. മനുഷ്യർ നിന്നോട് ദേഷ്യപ്പെട്ടാലും ഈശോയ്ക്ക് ദേഷ്യമില്ല. അവിടുന്ന് നിന്നോട് ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല. മനുഷ്യരുടെ അഭിപ്രായത്തിന് ഒട്ടും പ്രാധാന്യം നൽകരുത്. ഈ നിർദ്ദേശങ്ങൾ ആദ്യം എന്നെ അത്ഭുതപ്പെടുത്തി. എന്നാൽ അദ്ദേഹം അറിയാതെ ദൈവം അദ്ദേഹത്തിലൂടെ സംസാരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓ, എത്രയും പരിശുദ്ധ ദിവ്യരഹസ്യമേ, എത്ര വലിയ നിധികളാണ് അങ്ങിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഓ സത്യവിശ്വാസമേ, അങ്ങാണ് എൻ്റെ മാർഗദർശി. നവംബർ 24. ഇന്ന് ഫാദർ സൊപ്പോച്കോയിൽ നിന്ന് ഒരെഴുത്ത് എനിക്ക് ലഭിച്ചു. എല്ലാ കാര്യങ്ങളും ദൈവം തന്നെയാണ് നടപ്പിൽ വരുത്തുന്നതെന്ന് ഞാൻ അതിൽ നിന്ന് പഠിച്ചു. ആരംഭിച്ചിരിക്കുന്നത് ദൈവമാകയാൽ അവിടുന്ന് തന്നെ അത് പൂർത്തീകരിച്ചു കൊള്ളും. ബുദ്ധിമുട്ടുകൾ എത്ര വലുതാണോ അതിനനുപാതികമായി എനിക്ക് ശാന്തത ലഭിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയല്ലായിരുന്നുവെങ്കിൽ സാത്താൻ ഇത്രയുമധികം അതിനെ എതിർക്കുകയില്ലായിരുന്നു. എന്നാൽ ഇതിലൂടെ അവന് എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നു. സാത്താൻ ഏറ്റവും അധികം വെറുക്കുന്നത് ദൈവകരുണയാണെന്ന് ഞാൻ ഇതിനകം പഠിച്ചു. അവനെ ഏറ്റവും അധികം പീഡിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. എന്നാൽ ദൈവവചനം ഒരിക്കലും വ്യർത്ഥമാകുകയില്ല. ദൈവത്തിൻ്റെ വചനം എന്നും ജീവിക്കുന്നു. കഷ്ടതകൾ ദൈവിക പ്രവർത്തനത്തെ ഒരിക്കലും മറികടക്കുകയില്ല. എന്നാൽ അവ ദൈവത്തിൻ്റെ ഇടപെടലുകളെ വെളിപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരവസരത്തിൽ പുതിയ സന്യാസ സഭയുടെ മഠം ഞാൻ കണ്ടു. ഞാൻ മഠത്തിനകത്തുകൂടെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ 5 വയസ്സിനും 11 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പറ്റം കുട്ടികളെ കണ്ടു. അവർ എന്നെ കണ്ടപ്പോൾ ചുറ്റും ഓടിക്കൂടി. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. മഠത്തിനുള്ളിലെ ചാപ്പലിലേക്ക് അവർ എന്നെ കൊണ്ടുപോയി. ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ ഈശോനാഥനെ വളരെ ദുഃഖിതനായി ഞാൻ കണ്ടു. അവിടുന്ന് എന്നെ അനുകമ്പയോടെ നോക്കിക്കൊണ്ട് കുട്ടികൾ എന്നെ അതിയായി വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു. അവരെ തിന്മയിൽ നിന്ന് രക്ഷിക്കേണ്ടത് നീയാണ്. ആ സമയം മുതൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ പ്രാർത്ഥന മാത്രം പോരാ എന്നെനിക്ക് തോന്നി. ഓ എൻ്റെ ഈശോയെ, എൻ്റെ സ്വഭാവത്തോട് ചേരാത്തവരോടും മനഃപൂർവ്വവും അല്ലാതെയും എന്നെ വേദനിപ്പിക്കുന്നവരോടും ആത്മാർത്ഥമായും കാപട്യമില്ലാതെയും വർത്തിക്കുവാൻ വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ടെന്ന് ഞാൻ അറിയുന്നു. മാനുഷികമായി പറഞ്ഞാൽ ഇത് അസാധ്യമാണ്. ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഈശോനാഥൻ്റെ മുഖം ദർശിക്കുവാനും അവിടുത്തേക്ക് എന്ന പോലെ അവർക്കെല്ലാം ചെയ്തു കൊടുക്കുവാനും ഞാൻ പരിശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കായി പ്രചോദനം നൽകുന്ന സ്നേഹം ഏറ്റവും പരിശുദ്ധമായിരിക്കും. ഈ സ്നേഹത്താൽ ആത്മാവ് കൂടുതൽ സഹനശക്തിയും ആത്മബലവും പ്രാപിക്കുന്നു. ഞാൻ സൃഷ്ടികളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്തതിനാൽ
ഇവയൊന്നും എന്നെ നിരാശപ്പെടുത്തുന്നില്ല. ഒരു സൃഷ്ടി അതിൽ തന്നെ ശൂന്യമാണ്. അപ്പോൾ അവയിൽ നിന്ന് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? ദൈവമാണ് എൻ്റെ സർവസ്വവും. എല്ലാ കാര്യങ്ങളും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവുമായുള്ള എൻ്റെ ബന്ധം ഇപ്പോൾ തീർത്തും അരൂപിയിലാണ്. ദൈവിക സ്പർശത്താൽ എൻ്റെ ആത്മാവ് തന്നെ പൂർണ്ണമായും മറന്ന് അങ്ങിൽ അലിഞ്ഞു ചേരുന്നു. ദൈവിക സത്തയിലേക്ക് ഉൾപ്രവേശിക്കുന്നു. അവിടുത്തെ വശ്യതയിൽ മയങ്ങി പൂർണ്ണമായും ദൈവത്തിൽ അലിഞ്ഞു ചേരുന്നു. ഇത് വിവരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, കാരണം എഴുതുമ്പോൾ ഇത് ഇന്ദ്രിയപരമാകുന്നു. എന്നാൽ ആ സ്നേഹൈക്യത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് സ്ഥാനമില്ല. അവിടെ ദൈവവും ആത്മാവും തമ്മിലുള്ള ഒരു ലയനമാണ്. ആത്മാവിനെ ഉൾപ്രവേശിപ്പിക്കുന്ന ഈ ദൈവീക ജീവൻ വളരെ ഔന്നിത്യമേറിയതാണ്. അതിനാൽ ഒരു നാവിനും അത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല. ആ സ്ഥിതിയിൽ ആത്മാവ് തനിക്കായി സ്വയം ഒന്നും ചെയ്യുന്നില്ല. എല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ്. ചെറിയൊരു ചലനം പോലും അതിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. എല്ലാം ദൈവം മുൻകൈയെടുത്ത് ചെയ്യുന്നതാണ്. ഈ സ്ഥിതിയിലായിരിക്കുന്ന ഒരാത്മാവ് തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ലോക ജീവിതം അന്ധകാരാവൃതവും അവ്യക്തവും ഒരു സ്വപ്നലോകത്തെന്ന പോലെ ക്രമരഹിതവും സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന സ്വാധീനങ്ങൾ നിറഞ്ഞതുമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പരമൈക്യം സാധിക്കുക അതിൻ്റെ പരിധിയിൽപ്പെട്ടതല്ലെന്ന് അത് മനസ്സിലാക്കുന്നു. ഇത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണെങ്കിലും അതിൻ്റെ ഫലങ്ങൾ നിലനിൽക്കുന്നവയാണ്. ഈ അവസ്ഥയിൽ കൂടുതൽ സമയം ആയിരിക്കുവാൻ ആത്മാവിന് സാധ്യമല്ല. ആനന്ദാധിക്യം കൊണ്ട് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നത് പോലെ തോന്നും. ആ കുറച്ചു സമയം ആത്മാവ് ആ അവസ്ഥയിലായിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം മൂലമാണ്. ദൈവത്തിൻ്റെ ഏക സ്നേഹ വിഷയം താൻ മാത്രമാണ് എന്നനുഭവിക്കത്തക്ക വിധം ദൈവം തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നറിയുവാൻ ആത്മാവിനെ അനുവദിക്കുന്നു. ഒരു മറയും കൂടാതെ ഇത് മനസ്സിലാക്കുന്ന ആത്മാവ് തൻ്റെ സർവ്വശക്തിയോടും കൂടി ദൈവത്തിലേക്ക് കുതിക്കുന്നു. എന്നാൽ ശിശുവിനെ പോലെ താൻ ദുർബലയാണെന്നും ഈ ദൈവൈക്യം തൻ്റെ കഴിവിനാൽ നേടിയെടുക്കാൻ സാധിക്കുന്നതല്ലെന്നും തിരിച്ചറിയുന്നു. അതിനാൽ ദൈവം തന്നെ ആത്മാവിലേക്ക് താന്നിറങ്ങി വന്ന് തന്നോട് ഐക്യപ്പെടുത്തി ഇപ്രകാരമുള്ള ഇവിടെ ഞാൻ നിശബ്ദയാകുന്നു. കാരണം എന്താണ് ആത്മാവിൻ്റെ അനുഭവമെന്ന് വിവരിക്കാൻ ഞാൻ പ്രാപ്തയല്ല. ദൈവവുമായുള്ള ഈ ഗാഢ ഐക്യം അനുഭവിച്ച ആത്മാവിന് അത് വിവരിക്കാൻ ആവശ്യമായ വാക്കുകളും പദങ്ങളും കിട്ടാഞ്ഞത് അസാധാരണമായി തോന്നിയേക്കാം. ഇതേ അനുഭവമുള്ള മറ്റൊരാത്മാവിനെ കണ്ടുമുട്ടുമ്പോൾ വളരെ കുറച്ച് മാത്രം ഇക്കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിച്ചാലും അതിസ്വാഭാവികമായ രീതിയിൽ അവർ പരസ്പരം മനസ്സിലാക്കും. ഇതുപോലെ ദൈവൈക്യത്തിലായിരിക്കുന്ന ഒരാത്മാവ് അതേ അനുഭവമുള്ള മറ്റൊരാത്മാവിനെ വേഗത്തിൽ മനസ്സിലാക്കും. തൻ്റെ ആത്മീയാനുഭവത്തെക്കുറിച്ച് രണ്ടാമത്തെയാൾ ഒന്നും പറയാതെ സാധാരണ സംസാരത്തിൽ മുഴുകുകയാണെങ്കിലും ഇത് സംഭവിക്കുന്നതായി കാണാം. ഇതൊരു ആത്മീയ രക്തബന്ധമാണ്. ഇങ്ങനെ ദൈവവുമായി ഐക്യത്തിൽ കഴിയുന്ന ആത്മാക്കൾ എണ്ണത്തിൽ കുറവാണ്. നമ്മൾ വിചാരിക്കുന്നതിലും വളരെ കുറവാണ്. ദൈവം ഈ കൃപ 2 ലക്ഷ്യത്തോടെയാണ് ആത്മാക്കൾക്ക് നൽകുന്നത് എന്ന് ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, ആത്മാവ് ഏതെങ്കിലും ഉന്നതമായ കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ, മാനുഷികമായി പറഞ്ഞാൽ അതിൻ്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചെയ്യേണ്ട സന്ദർഭത്തിൽ. രണ്ടാമത്തേത്, ഇതിനോട് ആഭിമുഖ്യം കാണിക്കുന്ന ആത്മാക്കളെ നയിക്കുവാനും ശക്തിപ്പെടുത്തുവാനും. ഈ കൃപ തൻ്റെ ഇഷ്ടം പോലെ തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ദൈവം നൽകുന്നു. 3 വൈദികർക്ക് ഈ കൃപയുള്ളതായി എനിക്കറിയാം. ഒന്നാമത്തേത് ഒരു ഇടവക വൈദികനും, മിക്കവാറും ഫാദർ സപ്പോച്കോ. 2 സന്യസ്ത വൈദികർക്കും, മിക്കവാറും ഫാദർ എൽറ്ററും ഫാദർ ആൻഡ്രാഷും. 2 സന്യാസിനികൾക്കും, മിക്കവാറും മദർ മൈക്കിളും സിസ്റ്റർ മേരി ജോസഫും ഈ കൃപ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരേ അളവിലല്ല. എൻ്റെ 18ാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യ തിരുനാൾ കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലെ സായാഹ്ന പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ നിത്യമായി കന്യകാവ്രതം പാലിച്ചു കൊള്ളാമെന്ന് ഈശോനാഥനോട് വാഗ്ദാനം ചെയ്തപ്പോൾ അല്പസമയത്തേക്ക് ആദ്യമായി എനിക്ക് ഈ കൃപ ലഭിച്ചു. 1925 ജൂൺ 18. അപ്പോൾ ഞാൻ മഠത്തിൽ ചേർന്നിരുന്നില്ല. എന്നാൽ അധികം താമസിയാതെ ഞാൻ മഠത്തിൽ പ്രവേശിച്ചു. ഈ കൃപ വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അതിൻ്റെ ശക്തി വലുതായിരുന്നു. ഇതിനുശേഷം ഒരു നീണ്ട ഇടവേളയായിരുന്നു. എന്നാൽ ഈ ഇടവേളകളിൽ വേറെ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഞാൻ വളരെയധികം സ്വീകരിച്ചു. അത് പരീക്ഷണങ്ങളുടെയും വിശുദ്ധീകരണത്തിൻ്റെയും സമയമായിരുന്നു. ആത്മാവിന് കഠിനമായ വേദനയുണ്ടാക്കുന്ന പരീക്ഷണങ്ങളായിരുന്നു അവ. ദൈവം അതിനെ എന്നേക്കും
ഉപേക്ഷിച്ച് കടുത്ത അന്ധകാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ അനുഭവമായിരുന്നു. എന്നാൽ ആ പീഡകളിൽ നിന്ന് ആർക്കും എന്നെ പുറത്തു കൊണ്ടുവരാനോ എന്നെ ഒന്ന് മനസ്സിലാക്കാനോ സാധിച്ചിരുന്നില്ല. രണ്ടവസരങ്ങളിൽ എൻ്റെ ആത്മാവ് നിരാശയ്ക്കടിപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ അരമണിക്കൂർ നേരത്തേക്കും രണ്ടാമത് 1/4 മണിക്കൂർ നേരത്തേക്കും. കൃപകളുടെ ഔന്നത്യത്തെക്കുറിച്ച് വിവരിക്കാൻ സാധിക്കാത്തതുപോലെ ഈ അഗ്നിപരീക്ഷണങ്ങളെക്കുറിച്ചും വിവരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഏതു വാക്കുകൾ ഉപയോഗിച്ചാലും അതൊരു മങ്ങിയ നിഴൽ മാത്രമായിരിക്കും. ഈശോ ഈ പീഡകളിൽ എന്നെ മുക്കി താഴ്ത്തിയതുപോലെ തന്നെ അവിടുന്ന് അവയിൽ നിന്ന് എന്നെ പൊക്കിയെടുത്തു. ഇത് കുറേ വർഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വീണ്ടും ഈ അതിസ്വാഭാവിക ഐക്യത്തിൻ്റെ കൃപാവരം എനിക്ക് ലഭിച്ചു. ഇത് ഇന്നുവരെ തുടർന്നു കൊണ്ടുപോകുന്നു. രണ്ടാമത്തെ ഈ കാലഘട്ടത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കുറേ കാലമായിട്ട് യാതൊരു തടസ്സവും ഉണ്ടാകാറില്ല. എന്ന് മാത്രമല്ല, ഞാൻ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ കൂടുതൽ കുതിച്ചുയരുന്നു. മനസ്സുകളെ പ്രകാശിപ്പിക്കുന്ന ആ ഉജ്ജ്വല തേജസ്സ് മഹോന്നതനായ ദൈവത്തെപ്പറ്റിയുള്ള അറിവാൽ എന്നെ പ്രകാശിപ്പിച്ചു. നേരത്തെ ദൈവത്തിൻ്റെ ഏതെങ്കിലും വിശേഷണത്തെ കൂടുതൽ അറിഞ്ഞിരുന്നത് പോലെയുള്ള അറിവല്ല. ഇത് തികച്ചും വ്യത്യസ്തമാണ്. ഒരു നിമിഷം കൊണ്ട് ദൈവീക സത്യയെ മുഴുവൻ അടുത്തറിയുന്നു. ആ നിമിഷങ്ങളിൽ ആത്മാവ് ദൈവത്തിൽ ആഴ്ന്നു പോവുകയും തിരഞ്ഞെടുക്കപ്പെട്ടവർ സ്വർഗത്തിൽ അനുഭവിക്കുന്ന അതേ ആനന്ദം തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ സ്വർഗത്തിൽ ദൈവത്തെ മുഖാഭിമുഖം കാണുകയും തികഞ്ഞ പരിപൂർണ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ ദൈവാനുഭവം ഒരേ അളവിലല്ല എന്ന് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന കൃപാവരത്തിനനുസൃതം ദൈവാനുഭവം ഈ ലോകത്തിൽ വച്ച് തന്നെ തുടങ്ങുന്നു. എന്നാൽ ഒരു പരിധിവരെ നമുക്ക് ലഭിക്കുന്ന കൃപാവരത്തോട് നമ്മൾ കാണിക്കുന്ന വിശ്വസ്തതയ്ക്കനുസരിച്ചായിരിക്കും ഈ അനുഭവം ലഭിക്കുന്നത്. എന്നാൽ അത്ഭുതപൂർവമായ ദൈവൈക്യം എന്ന കൃപാവരം അനുഭവിക്കുന്ന ആത്മാവിനും ദൈവത്തെ മുഖാഭിമുഖം ദർശിച്ചുവെന്ന് പറയുവാൻ സാധിക്കുകയില്ല. കാരണം ഈ പദവിയിലും വിശ്വാസത്തിൻ്റെ ഒരു നേർത്ത ആവരണം ഉണ്ടായിരിക്കും. എന്നാൽ ഈ ആവരണം വളരെ നേർത്തതായതുകൊണ്ട് ദൈവത്തെ ദർശിച്ചുവെന്നും അവിടുത്തോട് സംഭാഷിച്ചുവെന്നും ആത്മാവിന് പറയാൻ സാധിക്കും. ഇത് ദൈവീകമാകുന്നു. ദൈവം ആത്മാവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ അതിനെ അനുവദിക്കുന്നു. തന്നേക്കാൾ വിശുദ്ധരും നല്ലവരുമായ ആത്മാക്കൾക്ക് പോലും ഈ കൃപാവരം ലഭിച്ചിട്ടില്ലെന്ന് കണ്ടപ്പോൾ ആത്മാവ് അത്ഭുതപരവശയാകുന്നു. ഇത് അതിനെ ആഴമായ എളിമയിൽ നിലനിർത്തുന്നു. സ്വന്തമില്ലായ്മയിലേക്കും ഈ പരിശുദ്ധമായ മഹത്വത്തിലേക്കും ഊളിയിട്ടിറങ്ങുന്നു. ആത്മാവ് കൂടുതൽ കൂടുതൽ തന്നെ താഴ്ത്തുന്നു. അതനുസരിച്ച് ദൈവം കൂടുതൽ ഗാഢമായി ഐക്യപ്പെടുകയും ആത്മാവിലേക്ക് താണിറങ്ങുകയും ചെയ്യുന്നു. ഈ സമയം ആത്മാവ് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇച്ഛാശക്തികൾ നിദ്രയിലാണ്. ദൈവത്തെ അറിയുന്ന ആ നിമിഷം ആത്മാവ് ദൈവത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ദൈവത്തിൻ്റെ അപ്രാപ്യമായ ആഴം ആത്മാവ് മനസ്സിലാക്കുന്നു. ഈ അറിവ് എത്രമാത്രം ആഴമുള്ളതാണോ അതനുസരിച്ച് ആത്മാവ് ദൈവത്തിനായുള്ള അഭിലാഷത്താൽ വീർപ്പുമുട്ടുന്നു. ദൈവവും ആത്മാവും തമ്മിലുള്ള പരസ്പര ദാനം വളരെ ഉന്നതമാണ്. ആത്മാവ് മറവിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അതുവരെ ആത്മാവ് അനുഭവിച്ചു കൊണ്ടിരുന്ന ആനന്ദത്തിൻ്റെ അല്പം ഒരു രുചി ലഭിക്കുന്നു. ഇതും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ കൃപയാണെങ്കിലും ഇത് പൂർണ്ണമായും അരൂപിപരമല്ല. എന്തെന്നാൽ അതിൻ്റെ ആദ്യഭാഗത്ത് ഇന്ദ്രിയങ്ങൾ സജീവമല്ല. എല്ലാ കൃപാവരങ്ങളും ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ശക്തിയും ഓജസ്സും സഹിക്കാനുള്ള കരുത്തും നൽകുന്നു. ദൈവം എന്താണ് തന്നോട് ആവശ്യപ്പെടുന്നതെന്ന് ആത്മാവിന് വ്യക്തമായി അറിയാം. എല്ലാ കഷ്ടതകളേക്കാൾ ഉപരിയായി അവിടുത്തെ തിരുഹിതം അത് നിറവേറ്റുന്നു. എന്നാൽ ആത്മാവിന് തനിച്ച് ഇതിൽ മുന്നേറുവാൻ സാധിക്കുകയില്ല. നല്ല ആത്മീയ പ്രകാശമുള്ള കുമ്പസാരക്കാരൻ്റെ ഉപദേശമനുസരിച്ചായിരിക്കണം മുൻപോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ വഴിതെറ്റിപ്പോകാനും പ്രയോജനരഹിതമായി തീരാനും സാധ്യതയുണ്ട്. ഓ എൻ്റെ ഈശോയെ, രോഗാവസ്ഥയെ തെർമോമീറ്റർ ഉപയോഗിച്ച് അളക്കുന്നു. കഠിനമായ പനി രോഗത്തിൻ്റെ ഗൗരവസ്ഥിതിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ ആത്മീയ ജീവിതത്തിൽ ദൈവസ്നേഹം അളക്കുവാൻ സഹനമാകുന്ന തെർമോമീറ്ററാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ലക്ഷ്യം ദൈവമാണ്. അവിടുത്തെ തിരുഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ ആനന്ദം. അധികാരത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ശക്തികൾക്കോ എന്നല്ല, ലോകത്തിലുള്ള ഒന്നിനും ഈ ആനന്ദത്തെ ശല്യപ്പെടുത്താൻ സാധിക്കില്ല. കർത്താവ് ഇന്നെൻ്റെ മുറി സന്ദർശിച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, നീ അധിക നാളുകൾ ഈ സമൂഹത്തിലായിരിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ നൽകുന്ന കൃപാവരങ്ങളിൽ നിന്ന് പരമാവധി പ്രയോജനമെടുക്കാൻ ശുഷ്കാന്തിയുണ്ടാകുവാനാണ് ഞാനിത് പറയുന്നത്.